മണ്ടു മണ്ടു ഓ ഗ്ലാസ് വെള്ളം എടുത്തേടി. എനിക്ക് മടുത്തു മണ്ടു, ഞാനിനി ഇവിടെ നിക്കണില്ലാട്ടാ. എന്തുറ്റി? നിന്റെ അച്ഛനിത് എന്തും ഭാവിച്ചാണ്. എന്തുറ്റി? മണ്ടു, ഞാൻ നമ്മുടെ സൈറ്റിൽ ഇൻസ്പെക്ഷൻ ചെന്നപ്പോ അവിടെ ആളുകൾ കൂടിയിട്ട് എന്നോട് ചോദിക്കണേ എന്നാണ് ലംബോർഗിനിക്ക് വരണേന്ന്. എടി ലംബോർഗിനി കാറില്ലേ, അത് ബുക്ക് ചെയ്ത് തരണമെന്നാണ് അച്ഛൻ പറയണ. സിനിമാ നടന്മാരൊക്കെ കൊണ്ടു നടക്കൂലേ കോടിക്കണക്കിന് രൂപയുള്ള വണ്ടി, അത് ബുക്ക് ചെയ്ത് തരേണ്ടത് നാളെ വരും മറ്റന്നാ വരും മരുമോന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് തള്ളിയൊക്കെയാണ്. അതിന് പ്യാരിയുടെ വിഷമിക്കണ്ട, അച്ഛൻ പറയണ ആരെങ്കിലും വിശ്വസിക്കൂ? എടി ആദ്യം പറയുമ്പോ വിശ്വസിക്കൂലേ. ഇവിടെ ഞാൻ ആദ്യം നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ എന്നോട് പുള്ളി പറഞ്ഞ എന്താണ്, നിനക്ക് 101 പവൻ തരാന്ന് പറഞ്ഞു. എന്നിട്ട് തന്നാ ഞാനത് വിശ്വസിച്ചില്ലേ? എന്തൊരു തള്ളാടിയത്. എന്റെ മഹാഭാഗ്യമാണ് നിനക്ക് തള്ളു കിട്ടാഞ്ഞത്. അല്ലെ അച്ഛനും മോളും കൂടി തള്ളി തള്ളി ഞാൻ ഞെരുങ്ങിപ്പോയനെ. എന്ത് ചെയ്യാനാണ് പ്യാരിയേട്ടാ? എടി വല്ല സൈക്കാർട്ടിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കും. ഇതെന്തോ രോഗമാണ് ഇത്. അല്ല ഇങ്ങനെ ഉണ്ടാ മനുഷ്യൻ? അതിന് അച്ഛൻ അത് ഇന്നലെ തുടങ്ങിയതല്ല, ചെറുപ്പം തൊട്ടേ ഉണ്ട്. അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അച്ഛൻ എന്താണെന്നറിയാമോ, അച്ഛനെക്കാട്ടിൽ കൂടുതൽ മാർക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ വലിയ പൊസിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലൊക്കെ അച്ഛൻ അവരുടെ ഒപ്പം എത്താൻ വേണ്ടി ഇങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരിക്കും. അച്ഛൻ നോക്കുമ്പോ ചുറ്റിനുള്ള എല്ലാവരും അച്ഛനെക്കാട്ടി മുകളിലാണ്. ആ കോംപ്ലക്സ് വർക്കൗട്ട് ആയിട്ടാണ് ഈ അച്ഛൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടണം. ഇതെന്ത് മെനകെട്ട രോഗമാണ്? എന്ത് രോഗമായാലും കൊള്ളാം, ഇനി ഇതുപോലത്തെ അലമ്പ് കാണിച്ചാൽ ഞാനിവിടെ നിൽക്കൂല. നിന്റെ അമ്മ മരിച്ചു പോയിട്ട് അച്ഛൻ ഒറ്റക്കൊള്ളൂ എന്ന് നീ കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കണത്. മനുഷ്യന് നാണം കിടന്നതിന് ഒരു പരിധിയുണ്ട്. വരണുണ്ട്. എന്താ എമ്പക്കോന്ന് ചോദിച്ചാൽ ആനനെ വിഴുങ്ങിയാണെന്ന് പറയൂ. ആകെ ഒരു അസ്വസ്ഥത. എന്ത് പറ്റി? ആൾക്കാരുടെ ഓരോരോ നിർബന്ധങ്ങളെ. നമ്മുടെ MLA ഒന്ന് കാണാൻ പോയിന്നേ, പുള്ളിക്ക് ഒരേ നിർബന്ധം അവക്കാടോ ജ്യൂസ് കുടിക്കണം. എന്തെന്ന്? അവക്കാടോ ജ്യൂസ്. ജ്യൂസ് മാത്രം പോരാ, ഒരു കട്ട്ലറ്റ് ഉണ്ട് അതും കഴിക്കണമെന്നും പറഞ്ഞ് നിർബന്ധം. പിന്നെ അത് കഴിച്ചേ പിന്നെ എന്തോ വയറിനൊരു ഇറക്കേട്. അതെ, ഒരു അവക്കാടോ ജ്യൂസും കൂടി എടുക്കട്ടെ. അവക്കാടോ ജ്യൂസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ എടുത്തോ. അല്ല ഇപ്പൊ ഒരു ജ്യൂസ് കുടിച്ചിട്ട് ഗ്യാസ് ആണെങ്കിൽ പിന്നെയും കുടിക്കാൻ എന്തിനാ താല്പര്യം കാണിക്കണത്? അതെ, അച്ഛന് വേണ്ട, നമുക്കുള്ളത് എടുത്തോ. ഓയൊക്കെ ഇവിടെ ഇരുന്ന കഥ പറഞ്ഞ് ചെവി തിന്നും.